ഹലോ, വെൽക്കം ടു ഐഫ. നമ്മുടെ യു ജി സി നെറ്റ് ജൂൺ 2026 പ്രൊവിഷണൽ ആൻസർക്ക് റിലീസ് ആയിട്ടുണ്ട് അല്ലേ. അതിൽ യു ജി സി നെറ്റ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് നമുക്കറിയാം നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീയിൽ എൻ്റെ തന്നിട്ടുള്ള ആൻസേഴ്സിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. അത് നമുക്ക് ഒതന്റിക് സോഴ്സ് വെച്ചിട്ട് ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീഴിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആൻസർ കീ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് എൻ ടി എയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റെസ്പോൺസ് ഷീറ്റും അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കീയും നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നാണ് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ്. ഇന്ന് കൂടി ആയിരിക്കും നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് തന്നെ നമ്മുടെ ആൻസർ കീ ചെക്ക് ചെയ്യുന്നുണ്ട്, നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാം. ഓക്കെ, നമ്മൾ നമ്മുടെ സെഷനിലേക്ക് പോവാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രൊവിഷണൽ ആൻസർ കീഴിൽ വന്നിട്ടുള്ള ചലഞ്ചബിൾ ആയിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതെവിടെയാണ് നമുക്കറിയാം. നമ്മളൊരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒതന്റിക് സോഴ്സ് വെച്ചിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റണോ, അല്ല അതിന്റെ പ്രൂഫ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ലൈക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അതിൽ നമുക്ക് എന്താണ് അതിന്റെ ഒതന്റിക് സോഴ്സ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൗത്ത് ഇന്ത്യയിലെ കർണാട്ടിക് വാർ, അതായത് ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇവന്റ്സ് കണക്റ്റഡ് വിത്ത് ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ് ഇൻ സൗത്ത് ഇന്ത്യ ഇൻ ക്രൊണോളജിക്കൽ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഏർലിയസ്റ്റ്. അതായത് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ്, അതാ കർണാട്ടിക് യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൗത്ത് ഇന്ത്യയിലെ ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ക്യാപ്ചർ ഓഫ് മദ്രാസ് വരുന്നുണ്ട്, ഫ്രഞ്ച് ഗവർണർ ആയിട്ട് ഡൂപ്ലെ വരുന്നുണ്ട്, അതുപോലെ ഫ്രഞ്ചും ചന്ദ സാഹിബും തമ്മിലൊരു അലയൻസ്, ആൻഡ് ഡിയിൽ പറയുന്നത് അസാസിനേഷൻ ഓഫ് മുസഫർ ജംഗ് ആണ്, അതുപോലെ ഈല് എൻഡ് ഓഫ് ദ സെക്കൻഡ് കർണാട്ടിക് വാർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ എൻ ടി എ ആൻസർ കീയിൽ, പ്രൊവിഷണൽ ആൻസർ കീയിൽ തന്നിട്ടുള്ളത് CBADE ആണ്. അതിൽ കൂട്ടത്തിൽ ആദ്യം വരുന്നത് ഫ്രഞ്ചും ചന്ദ സാഹിബും തമ്മിലുള്ള ഒരു അലയൻസ് ആണ് ആദ്യം വരുന്നത്. എന്നാൽ ഫ്രഞ്ചും ചന്ദ സാഹിബും തമ്മിലുള്ള അലയൻസ് തുടങ്ങുന്നത് 1748-49 അതിനു മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൂപ്ലെ, അതായത് ഡൂപ്ലെ ഫ്രഞ്ച് ഗവർണർ ആയിട്ട് 1742 തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ സി ആണ് ഫസ്റ്റ് വരുന്നത് എന്ന് കൊടുത്തോണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ തന്നിട്ടുള്ള ആൻസർ എന്തായാലും തെറ്റാണ്. കാരണം ഫ്രഞ്ചും ചന്ദ സാഹിബും തമ്മിൽ ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൂപ്ലെ ഫ്രഞ്ച് ഗവർണർ ആയിട്ട് 1742 വന്നിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം ഫസ്റ്റ് കർണാട്ടിക് വാറിന്റെ സമയത്ത് 1746 മദ്രാസ് കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ കറക്റ്റ് ആൻസർ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആദ്യം ഇതിൽ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. കാരണം ഓപ്ഷൻ ബിയിൽ ഫസ്റ്റ് ഫ്രഞ്ച് ഗവർണർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആദ്യം വരുന്നത് ഫ്രഞ്ച് ഗവർണർ ആയിട്ട് ഡൂപ്ലെ വരുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിൽ ആദ്യം എന്ത് വരണം, ബി വരണം. അതിനുശേഷമാണ് എന്താ പറയാ, ഫസ്റ്റ് കർണാട്ടിക്കിന്റെ സമയത്ത് മദ്രാസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് 1746. അപ്പൊ രണ്ടാമതായിട്ട് എന്ത് വരണം, മദ്രാസ്, ക്യാപ്ചർ ഓഫ് മദ്രാസ് ബൈ ദ ഫ്രഞ്ച്. അപ്പോൾ ആദ്യം ബി, അത് കഴിഞ്ഞിട്ട് എ വരണം അല്ലെ. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്രഞ്ചും ചന്ദ സാഹിബും തമ്മിൽ അലയൻസ് ഉണ്ടാക്കുന്നത് 1748-49 അല്ലെങ്കിൽ 1749. അപ്പോ ഈ ഒരു സി വരേണ്ടത് മൂന്നാമത്തതാണ് അല്ലെ, മൂന്നാമതാണ് സി വരേണ്ടത്. അതിനുശേഷം അസാസിനേഷൻ ഓഫ് മുസഫർ ജംഗ് DE. അതായത് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ BACD ആണ്. ബി ഫ്രഞ്ച് ഗവർണർ ആയിട്ട് ഡൂപ്ലെ വരുന്നു. അതിനുശേഷം എ, അതായത് ഫസ്റ്റ് കർണാട്ടിക് വാറിന്റെ സമയത്ത് മദ്രാസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് എന്താ പറയാ, ഫ്രഞ്ചും ചന്ദ സാഹിബും തമ്മിൽ അലയൻസ് ഉണ്ടാക്കുന്ന ശേഷം മുസഫർ ജംഗിന്റെ അസാസിനേഷൻ. കൂട്ടത്തിൽ അവസാനം 1754 സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിക്കുന്നുണ്ട് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരിയിലൂടെ സെക്കൻഡ് കർണാട്ടിക് വാർ അവസാനിക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഇയർ. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ 4 എന്നുള്ളത്
തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 BACDE ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ചബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ പല്ലവ റൂളേഴ്സിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അതിൽ NTA ഇതിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻ 4 ആണ്, BDAEC. ഓക്കെ, NTA തന്നത് പ്രകാരം ആദ്യം ബി വരിക, ബി കുമാരവിഷ്ണു, അതിനുശേഷം ഡി ആരാണ്, സ്കന്ദവർമ്മൻ, അതിനുശേഷം വീരവർമ്മൻ. ഈ ഒരു രീതിയിലാണ് NTA തന്നിട്ടുള്ളത്. എന്നാൽ കൂട്ടത്തിൽ ഒരിക്കലും ആദ്യം ആര് വരില്ല, കുമാരവിഷ്ണു വരില്ല. കാരണം കുമാരവിഷ്ണുവിന്റെ കാലഘട്ടം 350 to 370 ആണ്. അതിനു മുന്നേ തന്നെ സ്കന്ദവർമ്മനും സിംഹവർമ്മനും വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ അവസാനം വരെ സിംഹവർമ്മനാണ്. ഇവിടെ സിംഹവർമ്മൻ ഉണ്ട്. ഇവിടെ ഓക്കെ, സിംഹവർമ്മൻ ഉണ്ട്. സിംഹവർമ്മനാണ് കൂട്ടത്തിൽ ഏറ്റവും ആദ്യം വരുന്നത്. എന്നാൽ NTAന്റെ ആൻസർ കീ പ്രകാരം സി ഏറ്റവും അവസാന കൊടുത്തത്, സിംഹവർമ്മൻ ഏറ്റവും അവസാന കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ കീ തെറ്റാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം സിംഹവർമ്മൻ വരും, ആദ്യം സി വരും, സിംഹവർമ്മൻ, അതിനുശേഷം സ്കന്ദവർമ്മൻ വരും, സി കഴിഞ്ഞിട്ട് ഡി വരും. അതിനുശേഷമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുമാരവിഷ്ണു, സി ഡി, അതിനുശേഷം കുമാരവിഷ്ണു ബി, ശേഷം നമുക്ക് ആര് വരും, വീരവർമ്മൻ വരും. വീരവർമ്മൻ കഴിഞ്ഞിട്ട് ശേഷം സ്കന്ദവർമ്മൻ വരും. സ്കന്ദവർമ്മൻ കഴിഞ്ഞിട്ടാണ് വീരവർമ്മൻ വരിക. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, അതായത് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതായത് NTAയുടെ ആൻസർ കീ പ്രകാരം ആദ്യം വരുന്നത് ബി കുമാരവിഷ്ണു ആണ്. എന്നാൽ കുമാരവിഷ്ണു അല്ല കൂട്ടത്തിൽ ആദ്യം വരുന്നത്. കൂട്ടത്തിൽ ആദ്യം സിംഹവർമ്മൻ വരുന്നു. സിംഹവർമ്മൻ കഴിഞ്ഞിട്ട് സ്കന്ദവർമ്മൻ വരുന്നുണ്ട്. സ്കന്ദവർമ്മനും കൂടി കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, കുമാരവിഷ്ണു വരുന്നത്. കുമാരവിഷ്ണു കഴിഞ്ഞിട്ട് സ്കന്ദവർമ്മൻ സെക്കൻഡ്, കൂട്ടത്തിൽ അവസാനം വീരവർമ്മൻ. ഇതിൽ അവസാനം വരും. ഓക്കെ, അപ്പോ ഇതില് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല. കാരണം കറക്റ്റ് ആയിട്ടുള്ള ഏതാ വരിക, സി ആദ്യം വരും അല്ലെ, ആദ്യം സി വരും. ആൻഡ് അതിനുശേഷം സി കഴിഞ്ഞിട്ട് നമുക്കറിയാം സ്കന്ദവർമ്മൻ, ഡി വരും. സി കഴിഞ്ഞിട്ട് ഡി വരും. സി കഴിഞ്ഞിട്ട് ഡിയും കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം, സി കഴിഞ്ഞ് ഡി കഴിഞ്ഞിട്ട് പിന്നെ ബി വരും. ഓക്കെ, സി ഡി ബി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ആൻസർ ഇതിലില്ല അല്ലെ. സി ഡി ബി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് വരും, കുമാരവിഷ്ണു കഴിഞ്ഞിട്ടാണ് കൂട്ടത്തില് സ്കന്ദവർമ്മൻ സെക്കൻഡ് വരുന്നത്. സ്കന്ദവർമ്മൻ സെക്കൻഡ് എന്താണ്, ഇ, അതായത് ഇ കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് എ വരുന്നത്. ഓക്കെ, CDBE എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്തിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡ്രോപ്പ് ചെയ്യുമായിരിക്കും. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു അലാവുദ്ദീൻ ഖിൽജീസ് റൂൾ. അലാവുദ്ദീൻ ഖിൽജിയുടെ റൂളുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് അപ്ലിക്കബിൾ ഏതാണ്, അലാവുദ്ദീൻ ഖിൽജിയായിട്ട് ബന്ധപ്പെട്ട് നോട്ട് അപ്ലിക്കബിൾ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതില് എസ്പിയോണേജ് സിസ്റ്റം നമുക്കറിയാം അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലെ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്പൈ സിസ്റ്റം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൺട്രോൾ ഓവർ മുഖദ്ദം ആൻഡ് മേക്കിംഗ് ദ ഇക്ത ഹെറിഡിറ്ററി. ഇക്ത ഹെറിഡിറ്ററി ആക്കുന്നത് അലാവുദ്ദീൻ ഖിൽജി അല്ല, ആരാണ്, ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഇക്ത ഹെറിഡിറ്ററി ആക്കുന്നത്. അപ്പൊ ബി എന്തില്ല, അലാവുദ്ദീൻ ഖിൽജിയായിട്ട് ബന്ധപ്പെട്ട് അപ്ലിക്കബിൾ അല്ല. ആൻഡ് അടുത്തത് ഗ്രാൻഡ് ഓഫ് തക്കാവി ലോൺ ടു കൾട്ടിവേറ്റേഴ്സ്. ഗ്രാൻഡ് ഓഫ് തക്കാവി ലോൺ ടു കൾട്ടിവേറ്റേഴ്സ് ഇതുമല്ല അല്ലെ. ഇത് ആരുടെ കാലഘട്ടത്തിലാ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ബാക്കി രണ്ടും അലാവുദ്ദീൻ ഖിൽജിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ. മാൾവ ഗുജറാത്ത് ഇൻവേഷൻ, റവന്യൂ കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് റിഫോംസ് അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതില് ബി ആൻഡ് സി ആണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ റൂളുമായിട്ട് ബന്ധപ്പെട്ട് നോട്ട് അപ്ലിക്കബിൾ ബി ആൻഡ് സി ആണ്. പക്ഷെ NTA കൊടുത്തിട്ടുള്ളത് സി ആൻഡ് ഡി ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ഇക്ത ഹെറിഡിറ്ററി ആക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സതീഷ് ചന്ദ്രയുടെ വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇക്ത ഹെറിഡിറ്ററി ആക്കുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തക്കാവി ലോൺ കൊണ്ടുവരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ്. ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാണെങ്കിൽ അറേഞ്ച് ദ റെഫറൻസസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ആസ് മെൻഷൻഡ് ഇൻ ദ അലഹബാദ് പ്രശസ്തി. നമുക്കറിയാം സമുദ്രഗുപ്തയുടെ കാലഘട്ടത്തിൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സമുദ്രഗുപ്തയുടെ മിലിറ്ററി കോൺക്വസ്റ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെഫറൻസ് ആണ് നമുക്ക് അലഹബാദ് പ്രശസ്തിയിൽ, ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അലഹബാദ് പ്രശസ്തി അല്ലെ. അലഹബാദ് പ്രശസ്തിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, റെഫറൻസ് ടു സമുദ്രഗുപ്ത വയലന്റ്ലി എക്സ്റ്റെർമിനേറ്റിംഗ്
എ നമ്പർ ഓഫ് കിങ്സ് ഓഫ് ആര്യവർത്ത. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ക്രൊണോളജി ബേസ് പറയാം. അതായത് ലൈൻ ഫോർട്ടീനിൽ പറയുന്നത് ക്യാപ്ചറിങ് എ കിങ് ഓഫ് ദ കോട്ട ഫാമിലി. കോട്ട ഫാമിലിയിലുള്ള കിങ്ങിനെ ക്യാപ്ചർ ചെയ്യുന്നതാണ് ലൈൻ 14ൽ വരുന്നത്. അപ്പൊ ഇത് എവിടെയാ ഉള്ളത്? യെസ്, ഇവിടെ കോട്ട ഫാമിലിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം എന്ത് വരണം? ആദ്യം സി വരണം അല്ലെ. ഫസ്റ്റ് സി വരണം. അതിനുശേഷം 19 and 20 ലൈനിൽ എന്ത്? അലഹബാദ് പ്രശസ്തിയിലെ 19 and 20 ലൈനില് സമുദ്രഗുപ്ത ഹാവിംഗ് ക്യാപ്ചേർഡ് ആൻഡ് ദെൻ റിലീസഡ് സെവറൽ സൗത്തേൺ കിങ്സ്. സൗത്തേൺ കിങ്സിനെ സമുദ്രഗുപ്ത ക്യാപ്ചർ ചെയ്തിട്ട് പിന്നീട് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് 19ലും 20ലും ലൈനിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നമുക്ക് നോക്കാം. റെഫറൻസ് ടു സമുദ്രഗുപ്ത ഹാവിംഗ് ക്യാപ്ചേർഡ് ആൻഡ് ദെൻ റിലീസിംഗ് സെവറൽ സൗത്തേൺ കിങ്സ്. അപ്പോൾ നമുക്ക് ആദ്യം സി വരണം. സി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വരണം? ഡി വരണം. ആദ്യം സി, അത് കഴിഞ്ഞിട്ട് ഡി. അപ്പൊ തന്നെ എൻ ടി കൊടുത്തിട്ടുള്ള ആൻസർ കീ തെറ്റാന്ന് നമുക്ക് മനസ്സിലാവും. കാരണം എൻ ടിയുടെ ആൻസർ കീയിൽ ആദ്യം സി, അത് കഴിഞ്ഞിട്ട് എ ആണ്. എന്നാൽ സി കഴിഞ്ഞിട്ട് ഡി ആണ് വരേണ്ടത്. അതിനുശേഷം വരേണ്ടത് ലൈൻ 21 refers to Samudragupta violently exterminating a number of kings of Aryavarta and making all the kings of forest his servants. അതായത് ലൈൻ 21 പറയുന്നത് സമുദ്രഗുപ്ത നമ്പർ ഓഫ് ആര്യവർത്ത കിങ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. റെഫറൻസ് ടു സമുദ്രഗുപ്ത വയലന്റ്ലി എക്സ്റ്റെർമിനേറ്റിംഗ് എ നമ്പർ ഓഫ് കിങ്സ് ഓഫ് ആര്യവർത്ത. ആര്യവർത്ത കിങ്സിനെ എക്സ്റ്റെർമിനേറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എ ആണ്. സി ഡി കഴിഞ്ഞിട്ട് എന്ത് വരണം? സി ഡി കഴിഞ്ഞിട്ട് എ വരണം അല്ലെ. ശേഷം വരുന്നത്, അതിനുശേഷം യെസ്, നമ്മൾ ലൈൻ 14 പറഞ്ഞു, ലൈൻ 19 and 20 പറഞ്ഞു, ലൈൻ 22 പറഞ്ഞു. ഇതിന് ശേഷം വരേണ്ടത് ലൈൻ 22 ആണ്. ലൈൻ 22ൽ പറയുന്നത് ലൈൻ 22 of the Prashasti refers to rulers offering tribute, obeying the orders of the Gupta king and coming to perform. യെസ്, ഈ ഒരു കാലഘട്ടത്തിൽ പറയുന്നത്, അതായത് ഇവിടെ പറയുന്നത് ഗുപ്ത കിങ്ങിന്റെ ഓർഡേഴ്സ് ഒബേ ചെയ്യണം, അതുപോലെ ഗുപ്ത കിങ്ങിന് ട്രിബ്യൂട്ട് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ലൈൻ 22ൽ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം, ഇത് എവിടെയാ പറയുന്നത്? യെസ്, അതെ, ഇവിടെ റെഫറൻസ് ടു റൂളേഴ്സ് ഓഫറിംഗ് ട്രിബ്യൂട്ട് ഒബേയിങ് ദ ഓർഡേഴ്സ് ഓഫ് ഗുപ്ത കിങ്. അതായത് റൂളേഴ്സ്, അതായത് പിടിച്ചെടുക്കുന്ന റൂളേഴ്സ് ഗുപ്ത കിങ്ങിന് ട്രിബ്യൂട്ട് കൊടുക്കണം, അതുപോലെ ഗുപ്ത കിങ്ങിന്റെ ഓർഡേഴ്സ് ഒബേ ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നത് ബി ആണ് അല്ലെ. അപ്പൊ സി ഡി എ കഴിഞ്ഞിട്ട് ബി വരണം. ഓക്കെ, കൂട്ടത്തിൽ അവസാനാണ് എന്ത് പറയുന്നത്? കൂട്ടത്തിൽ അവസാനമാണ് ഈ പറയുന്നത്. അതായത് റെഫറൻസ് ടു സം റൂളേഴ്സ് റെൻഡറിങ് ഓൾ kinds of service to Samudragupta and seeking the use of Gupta Garuda seal. അത് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലൈൻ 23ലാണ് ഈ ഒരു ഗുപ്ത ഗരുഡ സീലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതാണ് ഏറ്റവും അവസാനം വരേണ്ടത്. അപ്പോൾ സി ഡി എ ബി ആൻഡ് ഇ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. എൻ ടി എ കറക്റ്റ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സി എ ബി ഡി ഇ ആണ്. എന്നാൽ കറക്റ്റ് ആൻസർ സി ഡി എ ബി ഇ ആണ്. സി ഡി എ ബി ഇ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ഇവിടെ ഓപ്ഷൻസിൽ ഇല്ല, അതുകൊണ്ട് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാം. ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഇവിടെ സോഴ്സ് വെച്ചിട്ടുള്ളത് ഇത് ഉപീന്ദർ സിംഗ് ആണ് കേട്ടോ. ഉപീന്ദർ സിംഗിന്റെ ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് ആൻഡ് ഏർലി മിഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഉപീന്ദർ സിംഗിന്റെ ആ ഒരു വർക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യാം. ആൻഡ് കൂട്ടത്തിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് കോംപ്രഹെൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു സുൽത്താനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു ഡൽഹി സുൽത്താന്റെ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു ഡൽഹി സുൽത്താന്റെ കാലഘട്ടമായിട്ട് എനിക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് 1332 മുതൽ 1334. ഓക്കെ, 1332 മുതൽ 1334 വരെ ഭരിച്ചിട്ടുള്ള ഡൽഹി സുൽത്താനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹൂ ഈസ് ദ സുൽത്താൻ റെഫർ ടു? ഈ ഒരു പാരഗ്രാഫിൽ പറയുന്ന സുൽത്താൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റ് ആൻസർ ആയിട്ട് എന്റെ കൊടുത്തിട്ടുള്ളത് അലാവുദ്ദീൻ ഖൽജി ആണ്. അലാവുദ്ദീൻ ഖൽജി. എന്നാൽ ഈ ഒരു 1332 മുതൽ 334 വരെ ഡൽഹി സൽത്തനത്തിൽ അലാവുദ്ദീൻ ഖൽജി അല്ല ഭരിച്ചിട്ടുള്ളത്. അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടം നമുക്ക് നോക്കാം. 1296 മുതൽ 1316. ഓക്കെ, 1296 മുതൽ 1316. എന്നാൽ ഇവിടെ തന്നിട്ടുള്ളത് 1332 മുതൽ 34 ആണ്. അത് ഏതാ റൂളർ? ഇതാ 1325 മുതൽ 1351 വരെ ഭരിച്ചിട്ടുള്ളത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് വരേണ്ടത്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുള്ള റെഫറൻസ്, ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ക്രീൻഷോട്ട് വന്നിട്ട് ഇഗ്നോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇഗ്നോയുടേതും ബാക്കിയുള്ള എല്ലാ മെറ്റീരിയലും ഒതന്റിക് സോഴ്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1332 മുതൽ 34 വരെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്
അലാവുദ്ദീൻ ഖൽജി അല്ല, മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അലാവുദ്ദീൻ ഖൽജിയുടെ കാലഘട്ടം നമുക്കറിയാം 1296 മുതൽ 1316 വരെയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തായാലും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന. ഞാനിപ്പോ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ പോലും എൻട്രി ചെയ്ത് കൊടുത്തിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസും പിന്നെ അതുപോലെ മാറി കൊടുത്തിട്ടുള്ള ഓപ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നാണ് ചാലഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ ലൈക്ക് ഈ ഒരു ചാലഞ്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ നമ്മുടെ റെസ്പോൺസ് ഷീറ്റും ആൻസർ കീയും കറക്റ്റ് ആൻസറും വെച്ചിട്ട് കമ്പയർ ചെയ്ത് നമ്മളെ മാർക്ക് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുവർ ചെയ്യുക. നമ്മൾ കട്ട് ഓഫിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു അല്ലെ, അതായത് 200-ന് മേലെ പോയിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 214 ആ ഒരു റേഞ്ചും OBC കാറ്റഗറിക്ക് 206 ആ ഒരു രീതിയിലായിരുന്നു JRFന്റെ കട്ട് ഓഫ്. നമുക്ക് എന്തായാലും ഇപ്രാവശ്യം അത്രയും കട്ട് ഓഫ് ഉണ്ടാവില്ല, കാരണം എക്സാം അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മളൊരു OBC കാറ്റഗറിയിലുള്ള ഒരാളാണെങ്കിൽ ഒരു 175+, ഒരു 170+ അല്ലെങ്കിൽ 180ക്ക് മേലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും JRF പ്രതീക്ഷിക്കാം. അതുപോലെ നമ്മൾ ഒരു ജനറൽ കാറ്റഗറിയിൽ ഒരാളാണെങ്കിൽ 195 അല്ലെങ്കിൽ 190 to 195 ഒക്കെ ആണെങ്കിൽ JRF പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു സെഷനിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതെന്തുകൊണ്ടാണ് NTA തന്നിട്ടുള്ള പ്രൊഫഷണൽ ആൻസർ കീയിൽ അത് തെറ്റായിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നാണ് നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് തന്നെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യാം. താങ്ക്